ഇമാമുന ശാഫിഈ നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ പകലിൽ ഒരു ഖത്തം തീർക്കും. ഇമാമുന ശാഫിഈ റമളാനിൽ പകലിൽ ഒരു ഖത്തം തീർക്കും. ഇമാമുന ശാഫിഈ രാത്രിയിലും ഒരു ഖത്തം തീർക്കും. ഇമാമുന ശാഫിഈ നമ്മുടെ നേതാവ്, ലോകം കണ്ട നേതാവ് ഇമാമുന ശാഫിഈ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു റമളാനിൽ ഒരാൾ ഉംറ ചെയ്യുന്നത് എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് സമമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉംറത്തുൻ ഫി റമളാൻ, ഒരാള് റമളാൻ മാസത്തിൽ ഉംറ ചെയ്താൽ അയാൾക്ക് അയാൾ എന്റെ കൂടെ ഹജ്ജ് ചെയ്ത പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞേ റമളാൻ മാസത്തിൽ റമളാൻ മാസത്തിൽ ഉംറ ചെയ്യുന്നത് മുത്തുനബിയോട് കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇഷ്ടം പോലെ റാവികൾ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടു പറയാൻ, കേട്ട് പറയാനല്ല, ഹദീസിനെ വായിച്ചു പറയാം. ഇതൊക്കെ കണ്ട് ഇഷ്ടംപോലെ കിതാബിലുണ്ട് ആ ഹദീസ്. റമളാൻ മാസത്തിൽ ഒരാൾ ഉംറ ചെയ്താൽ മുത്തുനബിയോട് കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ്. കഴിഞ്ഞ കൊല്ലം ഇല്ല, ഇക്കൊല്ലം അല്ലാഹു അഅലം ഇതുവരെ അവസരം തുറന്നിട്ടില്ല, തുറന്നു തരും എന്ന പ്രതീക്ഷയുമില്ല. ജിദ്ദയിലുള്ള ഒരു ഇസ്ലാമിക പ്രവർത്തകനോട് മിനിഞ്ഞാന്ന് ഞാൻ ചോദിച്ചു, എടോ ഞങ്ങൾക്ക് ഒന്ന് പോകാൻ കഴിയാത്ത കാലാണ്, നീയെ ഒന്ന് പോകുമ്പോ ഒന്ന് ദ്വാരക്കണേ. അപ്പൊ പറഞ്ഞു, ഉസ്താദേ എന്നോട് ഏൽപ്പിച്ചൊരു കാര്യമില്ല, എനിക്കും ഇല്ല, ഞാൻ കഅബയെ കണ്ടിട്ടൊരു കൊല്ലായി. എവിടെയോ ജിദ്ദയിൽ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ ഹറമിൽ കൂടിയിരുന്നോനാ. വെള്ളിയാഴ്ച രാവിലെ ആയുസിൽ മുഴുവൻ ഹജ്ജ് ജിദ്ദയിൽ കുടുംബത്തോടുകൂടെ പാർക്കുന്ന നിഅമത്തുള്ള ഒരുത്തൻ. നിഅമത്തുള്ളവനാണ്, ദീനുള്ളവനാണ്, പടച്ചവനെ പേടിയുള്ളവനാ, നല്ല ചെറുപ്പക്കാരനാ. അല്ലാഹു തആല അവരുടെയൊക്കെ ഖൈറിനെ അധികരിപ്പിക്കട്ടെ. പ്രയാസങ്ങൾ അവർക്കും നമുക്ക് അല്ലാഹു പരിഹരിച്ചേരട്ടെ. ഈ മിനിഞ്ഞാന്ന് സംസാരിച്ച മധ്യേ ഞാൻ പറഞ്ഞു, എടോ നമുക്കൊന്നും ഇപ്പൊ മക്കത്ത് വരാൻ കഴിയണില്ല, അതുകൊണ്ട് ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ കിസ്വ പിടിച്ചിട്ട് ഇന്നാലിന്ന കാര്യം ഒന്ന് റബ്ബിനോട് പറയണം കേട്ടോ എന്ന് പറയുമ്പോ എന്നോട് പറയാണ്, ഉസ്താദെ എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ട് കാര്യമല്ല, ഈ വിഷയത്തിൽ ഞാനും നിങ്ങളും സമമാണ്. ഞാൻ ജിദ്ദയിലാണ്, നിങ്ങൾ മൂർത്തിയെടുത്താന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാനും കഅബ കണ്ടിട്ട് അപ്പൊ എന്താ പരിഹാരം ഇതന്നെയാ. കയ്യെ പൊന്തിച്ചിട്ട് പൊട്ടി കരഞ്ഞ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കണം. അതിന് ഓരോരുത്തരും ഓരോ ദിവസം 10 ജുസ് ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈസി കഴിയും. ഒരു ദിവസം വേണമെങ്കിൽ ഒരു മനുഷ്യന് ഖുർആൻ ഖത്തം തീർക്കാൻ കഴിയും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവൻ റമളാൻ മാസത്തിൽ പകലും ഒരു ഖത്തം തീർക്കും, രാത്രിയും ഖത്തം തീർക്കും. ആര്? ഇമാമുന ശാഫിഈ നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ പകലിൽ ഒരു ഖത്തം തീർക്കും. ഇമാമുന ശാഫിഈ റമളാനിൽ പകലിൽ ഒരു ഖത്തം തീർക്കും. ഇമാമുന ശാഫിഈ രാത്രിയിലും ഒരു ഖത്തം തീർക്കും. ഇമാമുന ശാഫിഈ നമ്മുടെ നേതാവ്, ലോകം കണ്ട നേതാവ് ഇമാമുന ശാഫിഈ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അതുകൊണ്ട് മാവുമ്മൽ കേറുന്ന പണിയെടുത്താ പോരാ. മാവുമ്മൽ കേറി ഇറങ്ങി ഒരു വാങ്ങി മറിച്ച് മാവുമ്മ കേറി ഇറങ്ങലാണ്. എന്ത്? സുബൈക്ക് അത്താഴം കഴിച്ച് തുടങ്ങുക, മഗ്‌രിബിന് നന്നാക്കി എല്ലാം കഴിച്ച് തിന്ന, ഇതിനാണ് മാവുമ്മ കേറൽ എന്ന് പറയുക. എന്തുണ്ടായില്ല? മാങ്ങ. എന്താ മാങ്ങ പറിക്കൽ? എന്താണ്? അതിനെന്ത് വേണം? ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ ഒറിജിനൽ നോമ്പായി. പട്ടിണിയോ? ഇതൊരു പണിയല്ല. അല്ലെങ്കിൽ പട്ടിണി പണിയല്ലല്ലോ, തിന്നലൊരു പണിയാ. തിന്നാതിരിക്കൽ പണിയാണോ? ഏതാ മാസം നോമ്പ്? തിന്നണില്ല, പിന്നെ കുടിക്കണില്ല. അപ്പൊ നോമ്പിൽ എന്താ പണി? തിന്നുണ്ടോ? ഇല്ല. കുടിക്കണ്ടോ? ഇല്ല. ഭാര്യയുടെ കൂടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നോമ്പിലെന്താ പണി? നോമ്പിലെ പണി ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മാവുമ്മ കേറൽ പണിയല്ല, മാങ്ങ പറിക്കൽ പണിയാണ്. മാങ്ങ കയറൽ ഒരവസരമാണ്, മാങ്ങ പറിക്കൽ പണിയാണ്. തെങ്ങുമ്മ കയറൽ ഒരവസരമാണ്, തേങ്ങ പറിക്കൽ പണിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ്. അതില്ലെങ്കിലും ഇതിനൊരു മൈനയില്ല.
വളരെ വളരെ ചിന്തിക്കണം. റമളാനിലെ പണി എന്താ? അൽ ഇസ്തിഗാലു ബിഖിറാഅത്തിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനുമായി ജോലിയാവുക. ആണുങ്ങളെ പെണ്ണുങ്ങളെ ഖുർആൻ കൊണ്ട് ജോലിയാവുക. അതുപോലെ തേജസ്സുറ്റവർ റമളാൻ ഇല്ല. റമളാനിന്റെ ദിനരാത്രങ്ങളെ പ്രശോഭിതമാക്കാൻ ഇതുപോലെ വേറെ ഒരു പണിയില്ല. മനസ്സറിഞ്ഞ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരു 10 ഖത്തമെങ്കിലും തീർക്കണമെന്ന് നിയ്യത്ത് ചെയ്യുക. വിചാരിച്ചാൽ വിചാരിക്കണം. അതിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്തുക. സദാസമയം മൊബൈൽ കൊണ്ട് നടക്കരുത്. സദാസമയം വാട്സപ്പിൽ മണ്ടരുത്. അതൊക്കെ ആഖിർസമാന്റെ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ ഫിത്നയിലായ കാലത്താണ് അതുണ്ടായത്. എല്ലാ വീടുകളിലും ഫിത്ന വന്ന് കയറും അന്ത്യനാളിൽ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ മൊബൈൽ ആദി സാധനങ്ങൾ കൊണ്ടുവരുന്ന ഫിത്നകളാകാം. സിനിമ, നാടകം, തോന്നിയാസം, വൃത്തികേട് എല്ലാം. ദജ്ജാൽ വരുന്നതിന് മുമ്പ് 6 കാര്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിലൊരു കാര്യം എന്താ? എല്ലാ വീടുകളിലും ഫിത്ന കയറിക്കൂടും. എല്ലാ വീട്ടിലും ഫിത്ന. ആ ഫിത്നയേതാ? സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്ന ഫിത്നയായിരിക്കാം അത്. അതുകൊണ്ട് റമളാനിലെങ്കിലും മാറ്റി നിർത്തുക. റമളാനിലെങ്കിലും ഈ സാധനം ഒന്ന് മാറ്റി വെക്കുക. വേണ്ടേ അത്യാവശ്യത്തിന്. അതുകൊണ്ട് ഇത്തരം സാധനങ്ങളെ മാറ്റിവെക്കുക. അത് കയ്യിൽ ഇരിക്കുകയും അതിന്മേൽ പണിയെടുക്കുകയും അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് ശുഗലാവുകയും ചെയ്യുക എന്ന കാര്യം നടക്കുകയില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നാൽ അവിടുത്തെ മേലധികാരി എന്ത് ചെയ്യും? എല്ലാവരും മൊബൈൽ വാങ്ങിക്കും. ഇപ്പൊ എഞ്ചിനീയറിംഗിനോ മെഡിക്കലിനോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കുട്ടികളെ കയ്യിൽ നിന്ന് വാർഡൻ അവരുടെ ഹോസ്റ്റലിൽ വാങ്ങിവെക്കും. മൊബൈലൊക്കെ വാങ്ങിവെക്കും. ക്ലാസ്സിൽ പോകുമ്പോൾ മൊബൈൽ പാടില്ല. മൊബൈൽ വൈകുന്നേരം 4 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ ഉപയോഗിക്കാം. ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിന്റെ ഒരു ഖാദിമാണ് ഞാൻ. കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കും. എന്ത്? വൈകുന്നേരം 4 മണിയുടെയും 5 മണിയുടെയും ഇടയിൽ ഫോൺ കൊടുക്കും. വേറെ ഫോണിൽ ബാക്കി ഫോണില്ല. പോരെ എന്നെ കുട്ടികൾക്ക് വിളിക്കാം. 4ന്റെയും 5ന്റെയും ഇടയിൽ വിളിക്കാം. അന്ന് ബാപ്പാക്കും മാക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വന്നോട്ടെ, അല്ലെങ്കിൽ നാളെ 4 മണി വരെ കാത്തിരുന്നോട്ടെ. കുട്ടികൾക്ക് പറ്റൂല. എന്തുകൊണ്ട്? കുട്ടികൾ മൊബൈൽ മശുഗലായാൽ അവരെ കാര്യമായ പണി നടക്കൂല. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹിനെ പോലത്തെ ആളുകൾ, മുൻഗാമികളായ സാലിഹ്യങ്ങൾ വെള്ളിയൂർ ബാഖിയാത്തു സാലിഹാത്തിൽ പഠിച്ചിരുന്ന കാലത്ത് കത്ത് പോലും എടുക്കാൻ സമ്മതിക്കൂല എന്നാണ്. ശവ്വാൽ മാസത്തിൽ നിന്ന് പോരേന്ന് കത്ത് വരാൻ തുടങ്ങിയാൽ അടുത്ത ഷഅബാൻ 10-ന് കോളേജ് പൂട്ടിയിട്ട് എന്ത് കൊടുക്കൂ? അപ്പോ 10-11 മാസത്തെ കത്ത് ഒന്നിച്ചത് കൊടുക്കും. അത് കുട്ടികൾ മൂലക്കരിരുന്ന് വായിക്കും. പാപ്പ മരിച്ചിട്ടുണ്ടോ, അമ്മ മരിച്ചിട്ടുണ്ടോ, കരയും. 10 മാസം മുമ്പ് മരിച്ചതിന് അപ്പ കരയുന്നത്. പാപ്പ എന്ന് മരിച്ചു, അപ്പൊ 10 മാസം മുമ്പ് മരിച്ചു. പിന്നെ എല്ലാരും മയ്യത്ത് സ്കരിക്കും. അപ്പൊ കുട്ടി അറിഞ്ഞതും ഇല്ല, മയ്യത്ത് സ്കരിച്ചതും ഇല്ല. ഇതുവരെ ബാപ്പാക്ക് കുട്ടി മയ്യത്ത് സ്കരിക്കേണ്ട ആവശ്യമില്ല. കുട്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമും മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഹദീസും പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ബാപ്പാന്റെ ഖബറിലെ ചോദ്യമെങ്കിൽ ആ ചോദ്യം വല്ലാതൊന്നും ചോദിക്കാൻ മുൻഗണനയ്ക്ക് കഴിയില്ല. കാരണം ഈ മനുഷ്യന്റെ മകൻ ആ സമയം ആരെ പഠിക്കുന്നുണ്ട്? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പഠിക്കുന്ന നേരത്താണ് മുൻഗർ ചോദിക്കുന്നതെങ്കിൽ അല്ലാതെ എന്നും പരുഷമായി പെരുമാറാൻ മുൻഗർ നക്കീറിന് എന്നതുപോലെ. അപ്പോൾ ഒരു കാര്യമായ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രയാസമാണ്. അതിന് തടസ്സമാണ്. ആ തടസ്സമാക്കുന്നതെല്ലാം ഒന്നാണ് മാറ്റി വെക്കുക. നമുക്ക് മൊബൈലിൽ കളിക്കും വേണം, വാട്സപ്പിലും കളിക്കണം, കാര്യങ്ങളൊക്കെ അറിയണം, എല്ലാം നമുക്ക് അറിയണം, ഒക്കെ അറിയണം. എങ്കിൽ നമുക്ക് നടക്കൂല. നോമ്പല്ല, നോമ്പ് കാലം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅനി ഉജീബു ദഅവത്തദ് ദാഇ എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു ഇദാ ദഅനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും.
വെറുതെ അല്ല. അവൻ എന്നോട് ഇവിടെ ദാ എന്ന വാക്ക് 2 വട്ടം പറഞ്ഞു. ഉജീബു ദഅവത്തദ്ദാഇ, ഉജീബു ദഅവത്തദ്ദാഇ. ഇതാ അവിടെ ദഅവ എന്ന വാക്ക് 2 വട്ടം പറഞ്ഞു. അവൻ എന്നോട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും. പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നില്ലേ? ഇല്ല. ബൈ ചാൻസിലല്ല, എവിടെയോ ചെന്നിരുന്നപ്പോ അവിടെ ഒരു ദ്വായ സമ്മേളനം നടക്കുക. നമ്മൾ നിരീശ്വരവാദിയാണോ? നിരീശ്വരവാദിയല്ല. ദ്വാരന്നൂടാന്ന് വാശിയുണ്ടോ? ഇല്ല. ദ്വാരക്കണമെന്ന് വാശിയുണ്ടോ? അതുമില്ല. ഒത്തൊന്നാ കയ്യൊണ്ടിക്കും. അക്കളി ഇതിൽ നടക്കൂല. അവൻ എന്നോട് തേടാൻ അവന് മനസ്സുണ്ടെങ്കിൽ ഞാൻ അവന്റെ ഉത്തരം കൊടുത്ത് കൂടെ ഉണ്ടാവും. ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. മനസ്സ് തുറന്നാമീൻ പറ, മനസ്സ് തുറന്നാമീൻ പറ. അള്ളാഹു കൂടെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് കൂടെ ഉണ്ടാകട്ടെ. അള്ളാഹു കൂടെ ഉണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്ത് വേണം? നോമ്പിന് നോമ്പ് കാലം ഇങ്ങനെ 2 ഉണ്ട്. ഇത് മനസ്സിലാക്കണം. നോമ്പ് വേറെ, നോമ്പ് കാലം വേറെ. നോമ്പിന് ഉദറുണ്ട്, നോമ്പ് കാലത്തിന് ഉദറില്ല. നോമ്പ് കാലം വേദാ, നോമ്പ് കാലം ഇരട്ടി 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 ഇരട്ടിയായി പ്രതിഫലം കിട്ടും. അള്ളാഹുവിന്റെ വാതിൽ തുറക്കും. പരിശുദ്ധ സ്വർഗത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ ഭംഗിപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതാ പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടിയും തുറക്കണമേ റബ്ബേ. സ്വർഗത്തിന്റെ 8 വാതിലും റമളാന്റെ ചന്ദ്രപ്പിഴ കണ്ടു കഴിഞ്ഞാൽ 8 വാതിലും തുറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിന്റെ പരിമളം അത് പിന്നെ അടക്കുകയില്ല. റമളാൻ കഴിയാതെ സ്വർഗത്തിന്റെ വാതിൽ അടക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ ഒരു കാലം ഇങ്ങനെയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. നമുക്ക് നാഫിയായ തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കുക, ഇത്തരം കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ചെയ്യാ? ഇതൊരു ശക്തിയാണ് ഈ കയ്യിലെന്നത്. ഇതുകൊണ്ട് പൊങ്ങിയാൽ നടക്കാത്തൊരു കാര്യം ഇതാണ്. മലക്കുകൾക്ക് വലിയ ഇഷ്ടല്ലേ? ദ്വാരക്കുന്നവനോട് വലിയ ഇഷ്ടം. രാവും പകലും ദ്വാ ചെയ്തു, ഖുർആനോട് ദ്വാരിച്ചു. ഇനി ഒരാൾ സാന്ദർഭികമായി പറയട്ടെ. ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾക്ക് ഖുർആൻ അങ്ങനെ ഓതാൻ കഴിയൂല. കുട്ടിക്കാലത്ത് പഠിച്ചു, പിന്നെ മറന്നുപോയി. ശരി, ആയിക്കോട്ടെ. ഇനിയിപ്പോ 4 ദിവസത്തിനുള്ളിൽ ഖുർആൻ ഓടാൻ പഠിച്ചിട്ട് ഓതാനൊന്നും ആ സാധുവിന് കഴിയില്ല എങ്കിൽ ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം. ഇഖ്താർ സൂറത്തുൽ ഫാത്തിഹ ഫഇന്നഹാ ഉമ്മുൽ ഖുർആൻ. മൻ ഖറഅ സൂറത്തുൽ ഫാത്തിഹ ഫകഅന്നമാ ഖറഅൽ ഖുർആന കുല്ലഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ എന്ത് ചെയ്യാ? ഖുർആൻ അങ്ങനെ ഫുള്ള് ഓതാനൊന്നും അയാൾക്ക് അറിയില്ല. അൽ ബഖറ അറിയില്ല, അൽ ഇംറാൻ അറിയില്ല, നിസാ അറിയില്ല, അനാം അറിയില്ല, മായിദ അറിയില്ല, ഒന്നും അറിയില്ല. എന്നാൽ അയാൾക്ക് എന്ത് മതി? ഫാത്തിഹ സൂറത്ത് പിന്നെ പിന്നെ അങ്ങോട്ട് ഉടനെ 1000 2000 3000 4000 ഫാത്തിഹ ഒക്കെ ദിവസം ഉടനെ. 1 2 1 1 സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതുന്ന ആൾക്ക് ഇബ്ലീസിന് അയാളെ പേടിയാണ്. 2 നേരത്താണ് ഇബ്ലീസ് കരഞ്ഞിട്ടുള്ളത്. ഒരു നേരം പ്രധാനമാണ്, അത് ഞാൻ പറയാ. ഒന്ന് മറ്റൊന്നുമല്ല, ലമ്മാ ഉൻസിലത്ത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഇറങ്ങിയ നേരത്ത് ഇബ്ലീസ് കരഞ്ഞു പോയി. എന്തുകൊണ്ട്? മുസ്ലിം സമുദായത്തിന് ഏറ്റവും മതിയായ സൂറത്താണ് ഏത്? ഫാത്തിഹ. അതുകൊണ്ടാണല്ലോ മുൻഗാമികളും പിൻഗാമികളുമായ അന്നും ഇന്നുമുള്ള സ്വാലിഹീങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്ത് പറയും? ഫാത്തിഹ. ഏതൊരു വിഷയത്തിന് ഇറങ്ങുകയാണെങ്കിലും നമ്മുടെ ആലിമീങ്ങൾ സയ്യിദന്മാർ എന്ത് പറയും? പറയും ഫാത്തിഹ. സൂറത്തുൻ ബകാ അലൈഹാ ഇബ്ലീസ് ലമ്മാ ഉൻസിലത് ഇലാ റസൂലില്ലാഹ്. മുത്തുനബിയിലേക്ക് ഈ സൂറത്ത് ഇറക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞു പോയി. കാരണം ഈ സൂറത്ത് ഓതുന്നവന്റെ അടുത്തേക്ക് അടുക്കാൻ ആർക്ക് കഴിയില്ല? ഇബ്ലീസിന് കഴിയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്ത് ചെയ്യാ? ഒരാൾക്ക് ഇരുന്ന് ഖുർആൻ ഓതാനൊക്കെ അറിയൂല. അപ്പൊ അയാൾ എന്ത് ചെയ്യാ? പറയും ഇഖ്താറു സൂറത്തിൽ ഫാത്തിഹ വ ഇഖ്താറു സൂറത്തിൽ ഇഖ്ലാസ്. بسم الله الرحمن الرحيم قل هو الله أحد
അഹദുലില്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ ഈ സൂറത്തിന്റെ പേര്? സൂറത്തുൽ തൗഹീദ്. അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികിലേക്ക് കയറി വന്നു. സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അടുത്ത് നിൽക്കവേ നബിയും സയ്യിദ്നാ ജിബ്രീൽ തങ്ങളും അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ അടുത്ത് നിൽക്കവേ അപ്പോൾ ഫഅതാ ഇലൈഹിമാ അബൂദർറിൽ ഗിഫാരി, അപ്പോൾ അബൂദർ അങ്ങോട്ട് കയറി വന്നു. ഫഖാല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു അലൈഹിസ്സലാം, ഹദാ അബൂദർറിൻ ഖദ് അഖ്ബല, അബൂദർ വന്നല്ലോ, അബൂദർ കയറി വന്നല്ലോ, അബൂദറാണല്ലോ ഈ വന്നത്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, അല്ല ജിബ്രീലെ, നിങ്ങൾക്ക് അബൂദറിന് ഞാനല്ലേ പറഞ്ഞു തരേണ്ടത്? ഈ വന്നാൾ എന്റെ സ്വഹാബി അബൂദറാണെന്ന് ഞാനല്ലേ പറയേണ്ടത്? നിങ്ങളെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ ഇന്നക്കാൾ അബൂദറിനെ അറിയുമെന്നാണല്ലോ തോന്നുന്നത്. നിങ്ങൾ ഈ അബൂദറിനെ അറിയുമോ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു. അപ്പോൾ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ അഷ്ഹറു ഇൻദനാ മിൻഹു മിൻകും, ഹുവ അഷ്ഹറു ഇൻദനാ മിൻഹു മിൻകും. അറബി ഗ്രാമർ ഒക്കെ പഠിച്ചവർക്ക് വലിയൊരു വാക്കാണത്. ഒരു നഹവി മസലയുള്ള ഒരു സെന്റൻസ്. അദ്ദേഹം നിങ്ങളുടെ നാട്ടിലേക്കാൾ ഞങ്ങളുടെ നാട്ടിൽ ആകാശത്ത് പ്രസിദ്ധനാണ് എന്ന് സയ്യിദ്നാ ജിബ്രീൽ. അപ്പോൾ അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളുടെ നാട്ടിനേക്കാൾ ഭൂമിയിലുള്ളതിനേക്കാൾ അബൂദർ പ്രസിദ്ധന എവിടെ? അപ്പോൾ ഹബീബായ നബി ചോദിച്ചു, ഈ ശ്രദ്ധ എങ്ങനെയാണ് ആ മനുഷ്യൻ നേടിയത്? അപ്പോൾ സയ്യിദ്നാ ജിബ്രീൽ പറഞ്ഞു, രണ്ട് കാര്യം. ഒന്ന് അദ്ദേഹത്തിന്റെ വിനയം, ഒന്ന് അദ്ദേഹം എപ്പോഴും എന്തോതും ഫാത്തിഹ ഓതും പോലെ എന്തും പെരുപ്പിക്കുക. പറ, എന്ത് പെരുപ്പിക്കുക? ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് അറിയില്ലാത്ത ഒരാളുണ്ടാവോ? ഫാത്തിഹ അറിയാത്ത ഒരാളുണ്ടാവോ? ഇല്ല. അപ്പൊ ഉദ്റില്ല. ഖുർആനോടാൻ അറിയില്ലെങ്കിൽ ഇഖ്താറു സൂറത്തുൽ ഫാത്തിഹ വ ഇഖ്താറു സൂറത്തുൽ ഇഖ്ലാസ് വ ഇഖ്താറുൽ മുഅവ്വിറത്തൈൻ വ ഇഖ്താറു സുവരിൽ ലതി യഅരിഫുഹാ. അയാൾ അറിയുന്ന സൂറത്തുകളെല്ലാം പെരുപ്പിക്കുക, അയാൾ അറിയുന്ന ആയത്തുകൾ പെരുപ്പിക്കുക, ആയത്തുൽ കുർസി പെരുപ്പിക്കുക, ലൗ അൻസൽനാ പെരുപ്പിക്കുക, അമന റസൂൽ പെരുപ്പിക്കുക, ലഖദ് ജാഅക്കും പെരുപ്പിക്കുക, അറിയുന്നതെല്ലാം പെരുപ്പിക്കുക. തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല. അല്ലാതെ അല്ലാഹുവോട് മിണ്ടാൻ വഴിയില്ല. ഒരാൾ ഖുർആനോടുന്നില്ലെങ്കിൽ മൻ അഅറള അനിൽ ഖുർആനി ഖുർആനി അഅറള അൻഹു റബ്ബുഹു. ഒരാൾ ഖുർആനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ അല്ലാഹു അവനെ തൊട്ട് തിരിഞ്ഞു പോകും. അല്ലാഹു കാക്കട്ടെ. മനസ്സറിഞ്ഞാമി പറ, അല്ലാഹു കാക്കട്ടെ. ഞാൻ തഫ്സീറാണ് ഈ വായിച്ചത്. ഒരുപാട് കിതാബിൽ ഈ തഫ്സീർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കിതാബിൽ ഈ തഫ്സീർ ഞാൻ കണ്ടിട്ടുണ്ട്. മൻ അഅറള അനിൽ ഖുർആൻ, ഒരാൾ ഖുർആനെ തൊട്ട് തിരിഞ്ഞു പോയാൽ അഅറള അൻഹു റബ്ബുഹു, റബ്ബ് അവനെ ഒഴിവാക്കും. അതാണ് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. പരലോകത്തവന് കണ്ണുണ്ടാവില്ല. ഖുർആൻ ഓതാത്തവന് പരലോകത്ത് കണ്ണുണ്ടാവില്ല. എന്തുകൊണ്ട് കണ്ണുണ്ടാവില്ല? കണ്ണിന്റെ പണി ഇവിടെ എടുത്തിട്ടില്ല. എന്തിനാ കണ്ണ്? ഖുർആൻ ഓതി ചിന്തിച്ച് ഖുർആനോട്. കണ്ണിന്റെ പണിയെടുക്കാത്തവന് മഹ്ശറിൽ കണ്ണുണ്ടാവുകയില്ല. വനഹ്ശുറുഹു അമാ. പരലോകത്തവൻ കുരുടനായിട്ടാണ് വരിക. പരലോകത്ത് ഖുർആൻ ഓതാത്തവർക്ക് പരലോകത്ത് കുരുടനാണ്, പരലോകത്ത് കണ്ണുണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ. ഞാൻ നീട്ടുന്നില്ല. ഇങ്ങനൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നീട്ടുന്നില്ല. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഖുർആനോട് റമദാൻ കഴിയുമ്പോഴത്തിന് എല്ലാം അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ഒരുപാട് പ്രതിസന്ധികളുടെ മുന്നിലാണ് മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമുക്കൊക്കെ ദുആർക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ലത്തീഫാണ്. അള്ളാഹു ലത്തീഫുൻ ബിഇബാദി. ഏറെ കനിവുള്ളവനാണ് ആര്? അള്ളാഹ്. ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പരിഹരിച്ച് തരട്ടെ. നിങ്ങൾ പേടിക്കണ്ട ഏട്ടാ. നമ്മൾ ആത്മാർത്ഥമായി ഖുർആനോട് ദുആ ചെയ്താൽ പ്രശ്നം അള്ളാഹു
അല്ലാഹു തആല പരിഹരിക്കും. പരിഹരിക്കും. പേടിക്കേണ്ട, പരിഹരിക്കും. ഇതെല്ലാവർക്കും കൂടി ഈ സമുദായത്തെ മൂക്കിൽ പൊടിച്ച് തിരുവുക കേറ്റാനൊക്കെ വിചാരിക്കുക. അതൊന്നും നടക്കൂല, അതൊന്നും അല്ലാഹു വിട്ടുകൊടുക്കൂല. വലൗലാ ദഫഉല്ലാഹി الناس ബഅലഹും ബിബഅലിൻ ലഫസദത്തിൽ അർദ് വലാകിന്നല്ലാഹ ദു ഫളി അലൽ ആലമീൻ. പ്രതിരോധിക്കേണ്ടവർ റബ്ബ് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്നും പേടിക്കണ്ട, നമ്മൾ ഒരു പേടി പേടിക്കണ്ട. പക്ഷെ എന്ത് വേണം? നമ്മൾ എടുക്കേണ്ട പണിയെടുത്ത് റബ്ബിനോട് പൊട്ടിക്കരയണം. നമ്മൾ റബ്ബിനോട് പൊട്ടിക്കരയണം. പരിഹാരം റബ്ബ് തരും, യാതൊരു പേടിയും വേണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുന്നതിന് രണ്ട് അവസരം കാര്യം മാനദണ്ഡമുണ്ട്. ഒന്ന്, റബ്ബിനോട് സംസാരിക്കുക. രണ്ട്, റബ്ബിന്റെ ഇഷ്ടക്കാരെ തൃപ്തിപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ്. അവർക്കേറെ ഉപകാരം ചെയ്യുന്നവരോട് അള്ളാഹ്ക്കേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ ദ്വാർക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. നമ്മൾ ദ്വാ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹിനോട് വർത്താനം പറയാം. പിന്നെ അള്ളാഹിന്റെ സ്വന്തക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക. ആരാ അള്ളാഹിന്റെ സ്വന്തക്കാര്? കഷ്ടപ്പെടുന്നവർ മുഴുവനും അള്ളാഹുവിന്റെ സ്വന്തക്കാര്. അവർക്ക് എന്തെങ്കിലും വെച്ചു കൊടുത്താൽ അള്ളാഹ്ക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടം. അള്ളാഹിന്റെ സ്വന്തക്കാരെ നമ്മൾ സന്തോഷിപ്പിച്ചു. സൃഷ്ടികളിൽ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ സ്വന്തക്കാർക്ക് ഏറെ ഉപകാരം ചെയ്തു കൊടുത്തവനാണ്. എന്ത് ചെയ്യാ? ഉള്ളവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് അധ്വാനിക്കാം. പരിസരത്തൊക്കെ കഷ്ടപ്പെട്ട വീടുകൾ ഉണ്ടാവും, അവിടെയൊക്കെ നോമ്പുറക്കുള്ള വാക്കുകൾ എത്തിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അരിയിലും സാധനത്തിലും ഒരു നോമ്പ് തുറക്കട്ടെ. ആ നോമ്പ് തുറക്കുന്ന നേരത്ത് അൽഹംദുലില്ലാഹ് എന്ന് അവര് പറഞ്ഞാൽ നമ്മുടെ കമ്മികൾ അല്ലാഹു തആല പരിഹരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ സാധനം കൊടുത്താൽ മാത്രം പോരാ. അവർ വളരെ ദരിദ്രന്മാരായ ആളുകൾ കടം വീട്ടുന്ന മാസമാണ് ഏത്? റമളാൻ. അപ്പൊ എന്ത് ചെയ്യാ? മുതലിന്റെ സക്കാത്ത് കൊടുക്കുക. സക്കാത്തിന്റെ പുറമെ സദഖ കൊടുക്കുക. സക്കാത്തില്ലെങ്കിൽ ഒരാൾക്ക് സക്കാത്തില്ല, പക്ഷേ സദഖ കൊടുക്കുക. അവർ മസാല പീടികയിൽ പൈസ കൊടുക്കാനുണ്ട്. അവർക്ക് ഇങ്ങനെ റമളാനിൽ കിട്ടുന്നത് കൊണ്ടാണ് കടം വീട്ടാറുള്ളത്. കഷ്ടപ്പെട്ട അനവധി ആളുകൾ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ട്. അവർക്ക് പണം കൊടുക്കുക, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. സാധനങ്ങൾ വാങ്ങിക്കൊടുത്താ പോരാ, പണത്തിന് പണം തന്നെ വേണം. പണം കൊടുക്കുക. പണം കൊടുത്താൽ അവർക്ക് അവരുടെ കടം വീട്ടാം. അവര് ആ കൊല്ലം മുഴുവൻ പറയും, കഴിഞ്ഞ കൊല്ലത്തിൽ പീടിക കട ഉണ്ടായിരുന്നു, മുഹമ്മദിന്റെ പീടികയിൽ 11,000 രൂപ 10,000 രൂപ കൊടുക്കണ്ടായിരുന്നു. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഗൾഫിൽ നിന്ന് വന്ന് അവന് എന്റെ ബുദ്ധിമുട്ട് കണക്കറിഞ്ഞിട്ട് ആ പൈസ അവൻ വീട്ടി. അത് തരാനുള്ളത് അവിടെ കൊടുത്തു, തരാനുള്ളത് അവൻ തന്നു. അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിൽ എന്ന് പറയും. അല്ലാഹു തആല പ്രയാസങ്ങളെ പരിഹരിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ അവര് പറയും അൽഹംദുലില്ലാഹ് മതിയാകും. അൽഹംദുലില്ലാഹ് കൊണ്ട് നമ്മുടെ സകല പാപങ്ങളെ അല്ലാഹു പുറത്തു തരും. കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അല്ലാഹുവിങ്കൽ അതിന് തടസ്സമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യം നോമ്പ് കാലത്ത് ഉപയോഗപ്പെടുത്തുക. ഒന്ന്, ഖുർആനോട്ട്. രണ്ട്, സദഖ. ഇനി ബാക്കിയൊക്കെ അതിന്റെ വൃത്തിയോലം ചെയ്താൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതാണ് മർമ്മം. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യുക, നേരത്തിന് ചെയ്യുക, ജമാഅത്തായി നിസ്കരിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സുന്നത്ത് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. തറാവീഹിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. തർക്കിക്കാതിരിക്കുക, അനാവശ്യം പറയാതിരിക്കുക, അതൊക്കെ ഒഴിവാക്കുക.
എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക, ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുക, അതൊക്കെ ചെയ്യുക. ഇതെല്ലാം വേണം. എല്ലാം ചെറിയ ചെറിയ കമ്മികൾ കൊണ്ട് മനുഷ്യന്റെ നന്മകൾ നഷ്ടപ്പെട്ടു. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് വഴിപ്പെടുക, ആണുങ്ങൾ പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുക. ഏട്ടൻ, അനുജൻ, പെങ്ങള്, ആങ്ങള, സഹോദര സഹോദരിമാർ, അയൽവാസികൾ, മുത്താപ്പ, എളാപ്പ, മക്കൾ, ബന്ധുക്കൾ, അതെല്ലാം ഒന്നായി ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാം. അപ്പോൾ ആ സന്തോഷത്തിൽ അള്ളാന്റെ വാതിൽ തുറക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ വാതിൽ തുറന്നു. ഇനി നമ്മളെ വാതിൽ തുറന്നാൽ അള്ളാന്റെ റഹ്മത്ത് നമ്മളിലേക്ക് കയറി വരും, പിന്നെ അടക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സമയം താമസിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 2 കാര്യമുണ്ട്. നോമ്പുമുണ്ട്, നോമ്പ് കാലവുമുണ്ട്. നോമ്പിന് രോഗിക്ക് ഉദ്റുണ്ട്, യാത്രക്കാരന് ഉദ്റുണ്ട്, ഉദ്റുള്ളവന് ഉദ്റുണ്ട്. എന്നാൽ നോമ്പ് കാലത്തിൽ ആർക്കും ഉദ്റ് ഇല്ല. എന്താ നോമ്പ് കാലം? അള്ളാന്റെ മുഖറബാവുക. ഇനി ഖരീബുൻ, എന്റെ ഖരീബാവും. ഖരീബായാലോ? ഖരീബായാൽ ഖബറിൽ പേടിയില്ല, സിറാത്തിൽ പേടിയില്ല, മഹ്ശറിൽ പേടിയില്ല, ഒന്നിലും പേടിയില്ല. അള്ളാഹുവിന്റെ മുഖറബായ ഒരു മനുഷ്യൻ നരകത്തിൽ വീണാൽ ആ നരകം കെട്ടുപോകും. എന്തുകൊണ്ട്? ഒരു മുഖറബിലേക്ക് നീളാൻ നരകത്തിന് കഴിയുകയില്ല. മുഖറബ് നരകത്തിൽ വീഴൂല. ഒരു ബൈ ചാൻസ് പറയാം, കാലിടറിയിട്ട് വീണ് പോയാൽ പോലും നരകം കെടുന്നല്ലാതെ ഇയാളുടെ രോമം കത്തൂല. എന്തുകൊണ്ട്? അയാളെ രോമത്തെ കരിക്കാൻ, അള്ളാഹുവിന്റെ മുഖറബിന്റെ ഒരു രോമത്തെ കരിക്കാൻ നരകത്തിന് കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാലിടറി വീഴൂല. ഞാൻ ബൈ ചാൻസ് പറയാം, ഒരു ഫർളൻ തഖ്ദീർ, സപ്പോസ് അങ്ങനെ വന്നാൽ പോലും ഒരു രോമത്തെ കരിക്കാൻ നരകത്തിന് കഴിയില്ല. കാരണം ഇയാൾ ആരാണ്? അള്ളാഹുവിന്റെ മുഖറബ്. എങ്ങനെയാ? ഇങ്ങനെ ചെയ്യണമെങ്കിൽ 2 കാര്യം മുന്നിൽ വെക്കണം. ഒന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ കാലത്തും തിടുക്കമാണെങ്കിലും ഒരു കാര്യം അള്ളാന്റെ മുന്നിൽ വെക്കുമ്പോൾ ഫാത്തിഹ ഓതും. റമളാനാകുമ്പോൾ ഖുർആന്റെ മാസമാണ്. അല്ലാത്ത കാലത്ത് എന്നും ഖുർആൻ ഓതുക, റമളാനിൽ പ്രത്യേകിച്ചും ഖുർആൻ ഓതുക. എല്ലാ കാലത്തും ദിവസം 2 ജുസ് ഓതുന്നു എങ്കിൽ റമളാൻ മാസത്തിൽ 10 ജുസ് ഓതുക. അതൊരു പ്രയാസേ അല്ല. പ്രയാസമാണോ ഒരു 10 ജുസ് ഖുർആൻ ദിവസം റമളാനിൽ ഓതാൻ? പ്രയാസമാണോ? അല്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ വർത്താനത്തിന്റെ പിന്നാലെ പോകരുത്. അള്ളാന്റെ പത്രം നോക്കുക. നാട്ടുകാരെ പത്രം നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും അള്ളാന്റെ പത്രം നോക്കുക. അള്ളാന്റെ പത്രം, അതാണ് പത്രം. അല്ലാഹുവിന്റെ പത്രം നോക്കാതെ നാട്ടുകാരെ പത്രം നോക്കിയിട്ട് എന്ത് കാര്യം? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബാ, ഏറ്റവും നല്ല വാർത്ത അല്ലാഹു ഇറക്കിയ കിതാബാണ്. കിതാബായി വാർത്ത ഇറക്കിയിട്ടുണ്ട്. അതിനേക്കാൾ നല്ല വാർത്ത ഇല്ല. ഏറ്റവും നല്ല വാർത്ത അല്ലാഹു ഇറക്കിയ വാർത്തയാണ്. ഏതാണ് വാർത്ത? ഖുർആൻ. ആ വാർത്തയുമായി ബന്ധപ്പെടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ എന്ത് ചെയ്യാ? സാധുക്കൾക്ക് സ്വതക്ക കൊടുക്കുക. ശവ്വാൽ മാസത്തിൽ പൈസ കിട്ടാനുണ്ടെങ്കിൽ റമദാനിൽ കടം വാങ്ങിക്കോ. ദുൽഖഅദിൽ പൈസ കിട്ടാനുണ്ട്. അപ്പൊ ഒരാളോട് പറഞ്ഞു, എടോ എനിക്ക് കുറച്ച് പൈസ കടം തരണം, എനിക്ക് ദുൽഖഅദിൽ പൈസ കിട്ടാനുണ്ട്. കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ പരിഹാരം ഉണ്ടാക്കും വേണം. ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ റമദാനിൽ പൈസ കൊടുക്കുക. എന്ത് ചെയ്യാ? സാധുക്കൾക്ക് കൊടുക്കുക. സാധുക്കൾ കാത്തു നിൽക്കുന്ന റമളാനോ സദഖക്ക് എത്രയാണ് ഇരട്ടി 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 എന്ന് പറഞ്ഞ കൈ കണക്കില്ല. പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ കൊല്ലത്തെ കൊറോണ കാലത്ത് തന്നെ ഉസ്താദ്മാര് വളരെ കഷ്ടപ്പെട്ടു. കാര്യമായി ഉസ്താദ്മാര് എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമൊന്നും ഇല്ല. നാട്ടിലെ നല്ല നല്ല കുപ്പായം ഇടും, നല്ല തുണി ഉടുക്കും, നല്ല കടക്ക് വസ്ത്രം ധരിക്കും. ആളുകൾ കണ്ടാ വിചാരിക്കും പൈസ ബാക്കിയുണ്ടോ. അതിന് 50ന്റെ നോട്ടിന്റെ ഒരു കളർ ഇവരിങ്ങനെ പുറത്തേക്ക് കോണാവുന്ന കോലത്തിൽ വെക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? അതവിടെ കിടക്കട്ടെ. അതിങ്ങനെ നോക്കുമ്പോ ആ ടെർമിന്റെ കുപ്പായത്തിന്റെ പോക്കറ്റിന്റെ പുറത്തൂടെ ഈ 50ന്റെ 100ന്റെ അടയാളം പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോ അതൊരു ഇസ്സത്താണ്. ആ 50 ഉണ്ടാവുള്ളൂ, അത് ചെലവാക്കൂല. 50 അവിടെ വെക്കാൻ ഉണ്ടാവില്ല. الخلق عيال الله أحبهم إلى الله أنفعهم إلى عياله. സൃഷ്ടികളെല്ലാം അല്ലാഹുവിന്റെ കുടുംബമാണ്. അല്ലാഹുവിനെ ഏറ്റവും സൃഷ്ടികളിൽ ഇഷ്ടമുള്ളത് അവന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവരെയാണ്.
കഷ്ടപ്പെട്ട ഒരു മനുഷ്യന് നമ്മൾ എന്തെങ്കിലും കൊടുത്ത് ഉപകാരം ചെയ്താൽ അള്ളാഹുവിന്റെ വാതിൽ തുറന്നു കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതാണ് നോമ്പ് കാലം. നോമ്പ് പറയേണ്ട ആവശ്യമില്ല. നോമ്പ് നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ നോമ്പിൽ കാലത്തെ നോമ്പിൽ നിന്ന് ഒന്ന് വടിച്ച് പുറത്തേക്ക് എടുത്തിട്ട് നോമ്പ് കാലം പറഞ്ഞു തന്നതാണ്. നോമ്പ് കാലത്തിനൊരു പരിഹാരം ഇല്ല, നോമ്പിന് പരിഹാരം ഉണ്ട്, നോമ്പ് കാലത്തിന് പരിഹാരം ഇല്ല. അപ്പൊ നോമ്പ് കാലത്ത് ചെയ്യേണ്ട ഖുർആനോത്ത്, സദഖ, ദുആ പോലത്തെ കാര്യങ്ങൾ എത്ര പ്രയാസമാണെങ്കിലും ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان ووفنا مسلمين والحقنا بالصالحين. അളവില്ലാത്ത അറ്റമില്ലാത്ത പ്രതിഫലം അല്ലാഹു തുറന്നു തരട്ടെ. ഖുർആൻ ഓതുന്ന നാവിനും ആ നാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തിനും അല്ലാഹു നരകം ഹറാമാക്കി തരട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആൻ എപ്പോഴും ഓതാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. أفضل ذكر الله القرآن مطلقا എന്ന് ഇമാമിങ്ങൾ ബിത്തിഫാഖിൽ അഇമ്മ ഇമാമിങ്ങൾക്ക് തർക്കമില്ല. ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ഖുർആനാണ്. അല്ലാഹു ഖുർആനുമായി ബന്ധപ്പെടുന്ന നമുക്ക് നൽകട്ടെ. മുസ്ഹഫിലേക്ക് നോക്കുന്ന കണ്ണിനെ തരട്ടെ. എപ്പോഴും മുസ്ഹഫിലേക്ക് നോക്കുന്ന കണ്ണിനെ അല്ലാഹു നമുക്ക് തരട്ടെ. ഖുർആനിലേക്ക് സദാ നോക്കുന്ന കണ്ണിനെ തരട്ടെ. അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നാവിനെ തരട്ടെ. ആ കണ്ണും നാവും ഉൾക്കൊള്ളുന്ന ഈ ശരീരം അല്ലാഹു നരകത്തിന് ഹറാമാക്കി തരട്ടെ. നരകത്തെ ഹറാമാക്കി തരട്ടെ. നരകത്തിന് നമ്മളെ തടി ഹറാമാക്കി തരട്ടെ. നരകത്തിന് തിന്നാൻ പറ്റാതെ നമ്മളെ തടി ഖുർആന്റെ ഖിദ്മത്തും ഖുർആന്റെ അമലും കാരണം അല്ലാഹു നമ്മളെ തടി നരകത്തിന് ഹറാമാക്കണമേ റബ്ബേ. ഞങ്ങളെ തടി നരകത്തിന് ഹറാമാക്കണമേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കളുടെ തടിയും നരകത്തിന് ഹറാമാക്കണമേ റബ്ബേ. ഞങ്ങളെ കുഞ്ഞു കുട്ടികളെയും സ്വാലിഹീങ്ങളായി മുത്തഖീങ്ങളായി നരകമില്ലാത്തവരായി നിന്റെ പൊരുത്തത്തിലാക്കണമേ റബ്ബേ. ഈ സദസ്സിലുള്ള എല്ലാവരും നീ ഏറ്റെടുക്കണമേ അല്ലാഹ്. ഈ ദുആ നീ ഖബൂലാക്കണമേ റബ്ബേ.